ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചേമ്പന്താളും ഉണക്കമീനും കൊണ്ടൊരു തോരൻ വെച്ചാലോ? അതിനായിട്ട് കുറച്ച് ഉണക്കമീൻ എടുക്കണം. അത് മുള്ളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെക്കണം. ഇതുപോലെ. പിന്നെ സവാള, പച്ചമുളക്, ചേമ്പിൻ്റെ തണ്ട് എന്നിവ അരിഞ്ഞു വെക്കണം. ചേമ്പിൻ്റെ തണ്ട് അരിയുമ്പോൾ അതിൻ്റെ മുകളിലത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇതുപോലെ നീളത്തിൽ വേണേ അരിഞ്ഞെടുക്കാൻ. ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 2 പച്ചമുളകും ഇട്ട് സവാളയും ഇട്ട് വഴറ്റണം. സവാള വഴറ്റിയതിന് ശേഷം നേരത്തെ എടുത്ത് വെച്ച ഉണക്കമീൻ അതിലേക്ക് ഇടണം. രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കണം. തേങ്ങ, ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ വഴറ്റിയതിനകത്തോട്ട് ചേർക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. ഉപ്പിടുമ്പം കൂടി പോകരുത്. ഉണക്കമീനിൽ ആവശ്യത്തിന് ഉപ്പുണ്ടല്ലോ, അപ്പം നമ്മൾ അതനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി. ആ ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചേമ്പിൻ്റെ തണ്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കണം. നേരത്തെ നമ്മൾ ഉണക്കമീൻ ഇതിലേക്ക് ചേർത്തപ്പം കുറച്ച് വെള്ളം ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചായിരുന്നു. പിന്നെ ഇപ്പം ചേമ്പിൻ്റെ തണ്ട് ചേർക്കുമ്പം നമ്മൾ ആവിയിൽ വേവിച്ചാൽ മതി. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കരിയാതെ അടിക്ക് പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം. നല്ല ടേസ്റ്റാണ് ചേമ്പന്താളും ഉണക്കമീനും കൊണ്ടുള്ളൊരു തോരൻ. പിന്നെ ഈ വീഡിയോ കാണുന്നവരെല്ലാം ചേമ്പിൻ്റെ തണ്ടൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ തോരൻ വെച്ച് കഴിച്ച് നോക്കുക. നല്ല അടിപൊളി തോരനാണ്. ഈ വീഡിയോ കാണുന്നവരെല്ലാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.